ബംബിളൂസ് ചായ നിങ്ങളൊന്നും ഇത് കേട്ടിട്ടുണ്ടാവില്ല. കാരണം കൃഷിക്കാരുടെ വീടുകളിലാണ് ഇതുണ്ടായിരിക്കുക. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു വലത്തോട്ടി എടുക്കുക, ഒന്ന് ടൈറ്റ് ചെയ്യുക. ഉണ്ടല്ലേ? അപ്പോൾ ഇത് 2 പൈപ്പാണ്. ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് മറ്റേ പൈപ്പ് പോകും. അപ്പോൾ ഇത് ചെറുതാക്കാം. അപ്പോൾ നമ്മളുടെ മരത്തുമ്പോൾ ഒരു 10-15 ഉണ്ടായിട്ടുള്ളൂ. ഇതേ ഓരോ താഴെ വീണു. കണ്ടോ? അപ്പോൾ തൊട്ടിപ്പോൾ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് മൂത്ത് പഴുത്ത് നിൽക്കണം. കണ്ടോ? നല്ല വിളഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പം നല്ല മധുരവും പുളിയും ചേർന്ന രുചിയാണ്. അപ്പോൾ നമ്മളുടെ തോട്ടിയിൽ ഇങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പൊടിച്ചിട്ടുണ്ട്. ഒരെണ്ണം താഴെ വീണതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമ്മളിനി ഇത് വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പം മതിലുമ്മ നമ്മൾ ചാടി കയറി ഇറങ്ങാനായിട്ടാണ് ഇനി ബുദ്ധിമുട്ട്. കണ്ടോ? അപ്പോൾ കയറാനായിട്ട് എളുപ്പമാണ്, ഇറങ്ങാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതൊന്നും ഇയാൾക്ക് കുഴപ്പമില്ല. നമ്മളൊക്കെ കൃഷിക്കാരൻ. ഇതല്ല, ഇതിനും വലുത് ചാടി കടന്നവനാണ് ഞാൻ. കണ്ടില്ലേ? അപ്പം മരത്തുമ്മ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു കൊടുത്താൽ മോളിക്ക് കാണിക്കേ. കണ്ടോ? നിൽക്കുന്നത് കണ്ടില്ലേ മരത്തുമ്മ? ഇതാണ് ബംബിളൂസ്. അപ്പോൾ ഇത് കുറേശ്ശെ ഇത് 2-ാം വട്ടം 3-ാം വട്ടം ഉണ്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. അത് കാരണം ഒരു 10 ഉള്ളൂ. അതുകൊണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ബംബിളൂസ് ചായ എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊക്കെ ലെമൺ ടീ എന്ന് കേട്ടിട്ടുണ്ടാവും. ലെമൺ ടീ ഒക്കെ ഇഷ്ടംപോലെ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ മിൻറ്റ് ടീ, അതുപോലെ തന്നെ കാർഡമൺ ടീ, അങ്ങനെ ഏലക്കായ ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇതൊന്നും ആരും അങ്ങനെ കൂടുതൽ ചെയ്യില്ല. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഒന്ന് റൗണ്ടായിട്ട് മുറിക്കുക. അതിന് ശേഷം ഒരു സൈഡാണ് എടുക്കണുള്ളൂ, മറ്റേ സൈഡ് നമ്മൾ വേസ്റ്റ് ആക്കി കളയാം. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ഫസ്റ്റിൽ കത്തിക്ക് ഇങ്ങനെ വരയുമ്പോൾ അത് കറക്റ്റ് ലെവലിൽ ഇങ്ങോട്ട് പോരും. കണ്ടോ? അപ്പോൾ ഇത് ഉള്ളുവശമൊക്കെ നല്ല പഞ്ഞിയാണ്, വളരെ സ്മൂത്താണ്. നമ്മളുടെ ചെമ്മരിയാടിൻ്റെ പുതപ്പ് പോലെയാണ്, കമ്പിളി പുതപ്പ് പോലെ. കണ്ടില്ലേ? കണ്ടോ? അവനിങ്ങോട്ട് തൊപ്പി ഇങ്ങോട്ട് അടർത്തിയെടുക്കുക. കണ്ടില്ലേ? അടിപൊളി സാധനമാണ്. നല്ല മൂത്ത് വിളഞ്ഞ് പഴുത്ത സാധനമാണ്. അപ്പോൾ കൃഷിക്കാരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ കഴിക്കുന്ന അതേ രുചി നമുക്ക് വഴിയിൽ വെക്കുന്നത് കിട്ടില്ല. അപ്പോൾ കുട്ടല്ലൂർ തൃശ്ശൂർ മെയിൻ മറ്റേ സ്റ്റേറ്റ് ഹൈവേയിൽ ഇടയ്ക്കിട്ടത് വിൽക്കുന്നത് കാണാം. അവിടെ ഒരെണ്ണത്തിന് ചെറുതിന് 50 രൂപ, വലുത് ഈ വലുപ്പത്തിനുള്ളതിന് 75 രൂപയാണ്. അപ്പോൾ കൃഷിക്കാരുടെ വീടുകളിലൊക്കെ നിങ്ങൾ വല്ല ചെറിയ റോഡുകളിൽ കൂടെ മൺവഴിക്കോ അല്ലെങ്കിൽ ചെറിയ വഴിക്കോ പറയണമെങ്കിൽ ഇത് ഇഷ്ടംപോലെ കാണാം. അപ്പം നിങ്ങൾ നേരിട്ട് കൃഷിക്കാരെ ഇന്ന് അടിപൊളി സാധനം മേടിക്കുക. അവർക്ക് നിസ്സാര പൈസ കൊടുത്താൽ മതി. ഒരു 10 പൊടിച്ചാലും ഒരു 100 രൂപ 200 രൂപ കൊടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മളിത് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കണം. അപ്പോൾ കുറച്ച് ചായല, കണ്ണന്തേവനോ AVT-യോ റെഡ് ലേബലോ അല്ലെങ്കിൽ താജ്മഹലോ ഏതെങ്കിലും ചായല ഇടുക. ഒരു 2 സ്പൂൺ ഇടുക. അപ്പോൾ വെള്ളം നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്സിൽ ഒഴിക്കണം. കാരണം ഇത് ഒരു സ്പോഞ്ചാണ്. കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയിട്ട് പിന്നെ ലാസ്റ്റാണ് എടുക്കുന്നത് നമ്മൾ. കാണാം. അപ്പോൾ നമ്മളൊരു തിളച്ച വെള്ളം ഒഴിച്ചു. അതിന് ശേഷം ഒരു വടി കൊണ്ട് കുത്തണം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കരുത്, പരമാവധി വുഡ്. കണ്ടില്ലേ? അതൊക്കെ ഒരു സൂചി വല്ലാണ്ട് കുത്തി കൊടുക്കുക. കണ്ടില്ലേ? ഇതൊക്കെ കുത്തി കഴിഞ്ഞിട്ട് അറ്റത്തേക്ക് എടുത്ത് ഒരു 5-6 ഹോളടിക്കുക. ഹോളുണ്ട്, വെറുതെ അങ്ങോട്ട് കുത്തിയാൽ മതി. അപ്പോൾ അത് ടൈറ്റായിട്ടായിരിക്കും. എന്നാലും കുറച്ച് ഫിൽറ്റർ ചായ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. കേട്ടോ? അപ്പം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ 1 ഗ്ലാസ്സിന് റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചായ ആണെങ്കിൽ 2 ചായ 2 ചായ അല്ല, 2 തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചോളൂ. കേട്ടോ? അപ്പം ഞാൻ ആ 1 ഗ്ലാസ് ഒഴിച്ചുള്ളൂ. അത് കാരണം 1/2 ഗ്ലാസ് സാധനം കിട്ടിയിട്ടുള്ളൂ. അപ്പം നല്ല ഹാർഡായിട്ട് നല്ല എന്താ പറയുക, സൂപ്പർ ടീ കിട്ടും. കണ്ടില്ലേ?
അപ്പം നമ്മളുടെ ഇന്നത്തെ കാലത്തെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ, ഏത് ബംബ്ലൂസ് കട്ടൻ ചായ, അതും ബംബ്ലൂസ് നാരങ്ങ മുറിച്ച് തീറ്റും. അപ്പം ഞാനൊന്ന് ഇന്ന് ആശുപത്രിയുടെ പടി കണ്ടിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥമാക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല, എൻ്റെ രോഗമായിട്ട് അതിൻ്റെ പടി കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏത് വഴിക്ക് പോയാലും ഒരു 20 കിലോമീറ്റർ പോകണമെങ്കിൽ ഒരു 50 ഹോസ്പിറ്റൽ കാണാം. കാരണം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു തൊഴിലാണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളുടെ ഡോക്ടർമാരായിട്ടുള്ള പിള്ളേരുകളൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ MBBS സീറ്റ് 50-60 ലക്ഷം കൊടുക്കണം. പിന്നെ MDയുടെ കാര്യം പറയണ കോടി. അപ്പോൾ എന്താ കാരണം? ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഫീൽഡ്. അപ്പം ഞാനിതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും ഭാര്യ നമ്മളുടെ പട്ടണത്തിലുള്ള തൃശ്ശൂർ ടൗണ് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും നടക്കണ്ട, അതായിരുന്നു അവളുടെ വീട്. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊക്കെ ടൗണിൽ പോകണം. ശരി, അതിനൊന്നും നമ്മൾ വിരോധമില്ല. നമ്മൾ കൃഷിക്കാരനെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭാര്യമാരെ കെട്ടിയിട്ട് വളർത്തുന്നില്ല. നമ്മൾ അവളുടെ ഒപ്പം പോയേക്കണം. അപ്പോൾ ടൗണിൽ പോയിട്ട് നല്ല ഫുഡുകൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. ഞായറാഴ്ച ദിവസമൊക്കെ ഫുള്ള് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ കറക്കണം. അപ്പം നമ്മൾ ഭാര്യമാരുടെ ഇഷ്ടത്തിനും കുറേ ജീവിക്കണം. അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് ഈ പറമ്പിലും തോട്ടിലും കിടക്കുന്ന കൃഷി സാധനങ്ങൾ മാത്രം കഴിച്ചാൽ പോരാ, ഇടയ്ക്കിട്ട് മോഡേൺ ഫുഡുകളും കഴിക്കണം. അപ്പോൾ എൻ്റെ ഭാര്യ അല്പം മോഡേൺ ആയതുകൊണ്ട് എൻ്റെ ഭാഗ്യം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ എന്നും ഈ പറമ്പിലും പാടത്തും തന്നെ ജീവിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഭക്ഷണങ്ങളൊക്കെ, ഇതും നല്ല ഭക്ഷണമാണ്, മറ്റും നല്ല തന്നെയാണ്. അപ്പോൾ കുറച്ച് മോഡേൺ ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിന്ന് രാത്രി വീട്ടിൽ പോകും. അപ്പോൾ ഞങ്ങളുടെ പേരക്കുട്ടിയുണ്ട്, മകളുണ്ട്, പേരക്കുട്ടിയുണ്ട്. പേരക്കുട്ടിക്ക് ഭക്ഷണമൊന്നും വേണ്ട, അവള് കളിച്ചിരിക്കാണ്ട് കണ്ടില്ലേ. അപ്പോൾ കളർ പെൻസിലും ഒരു ബുക്കും മേടിച്ചു, അത് തന്നെ ഒരു 100. ഇനി കിൻഡർ ജോയ് ഒരെണ്ണം 150 രൂപയായി. പിന്നെ ഒരു ടോയ് മേടിച്ചു, അമ്മൂമ്മയുടെ വക ഒരു അവൾക്ക് ഇഷ്ടമുള്ള ഒരു ടോയ് കണ്ടില്ലേ. പിന്നെ വള ഒരു 1000, 1500, 2000 പോയി. അപ്പോൾ നമ്മൾ പൈസയൊക്കെ അത്യാവശ്യം ചിലവാക്കണം. അല്ലാണ്ട് വെറുതെ കൊണ്ടായിട്ട് ബാങ്കിലിട്ട് അതങ്ങോട്ട് പലിശ കിട്ടി ജീവിച്ചാൽ പോരാ. നമ്മളപ്പോൾ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് നടക്കുക, അല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, ഇപ്പോൾ വീട്ടിൽ ലോവിക്കുണ്ട്, അല്ലെങ്കിൽ ചാമ്പയ്ക്കുണ്ട്. എന്നാലും ഇതുപോലെ ടൂർ പോകുമ്പോൾ ലൂവിക്ക് ഉപ്പിലിട്ട് മേടിക്കുക, നെല്ലിക്ക് ഉപ്പിലിട്ട് മേടിക്കുക, മാങ്ങ ഉപ്പിലിട്ട് മേടിക്കുക. അതൊക്കെയാണ് ഭാര്യയുടെ പണി. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട്